റോസാപ്പൂക്കളിൽ വരുന്ന ഇതേപോലുള്ള പ്രശ്നങ്ങളാണ് നിങ്ങളെ മനസ്സിനെ ആകപ്പാട് റോസിനിൽ നിന്നും അകറ്റുന്നത്. അതിന് ഒരുപാട് പ്രതിവിധികളുണ്ട്. അതിനുവേണ്ടി ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല ഒരു ഫംഗിസൈഡ് മേടിച്ച് കൈവയ്ക്കുക. ഇൻഡോഫിലാണ് ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത്. ഇതേപോലുള്ള ഭാഗങ്ങളിൽ ഇലയൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോകുന്നതൊക്കെ ഫംഗസിൻ്റെ തുടക്കം എന്നോണം ഫംഗിസൈഡ് 1 ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു 4 ഗ്രാം മുതൽ 8 ഗ്രാം വരെ ഇട്ട്, മഴയുള്ള സമയത്ത് 8 ഗ്രാമും മഴയില്ലാത്ത സമയത്ത് 4 ഗ്രാമും ഇട്ട് നല്ലപോലെ കലക്കിയതിന് ശേഷം ആദ്യമേ ഫംഗിസൈഡ് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നല്ല നല്ല പൂക്കൾ കിട്ടാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ പൂമുട്ടുകൾ വിരിയാതിരിക്കുന്ന അവസ്ഥ മാറാനും നമുക്കൊരു സഹായിയായിട്ട് ഇൻഡോഫിൽ എന്നും നിൽക്കും. അന്നേരം മാസത്തിലൊരിക്കൽ കൺഫേം ആയിട്ട് ഈ മരുന്ന് കൊടുത്തിരിക്കണം. ഒരു കാരണവശാലും ഇത് തെളിഞ്ഞ ആകാശം ഇല്ലാത്ത സമയത്ത് അടിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഇതിനകത്തുള്ള പൂക്കളിൽ വരുന്ന ചെറിയ സുഷിരങ്ങളൊക്കെ റീവ പോലുള്ള മരുന്ന് ഇൻസെക്ടിസൈഡാണ്. പുഴുക്കളിൽ നിന്നും കീടങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കാനായിട്ട്, നമ്മളെ റോസുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഈ മുട്ട് ഇതേപോലെ നിൽക്കുന്ന ഒരു ഹാഫ് ഓപ്പൺ ആയിട്ട് നിന്ന് അതിൻ്റെ ഇതളുകൾ കഴിക്കുന്ന പ്രാണികളിൽ നിന്നും നമ്മളെ റോസിനെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് റീവ 4 മില്ലി മുതൽ 5 മില്ലി വരെ 1 ലിറ്റർ വെള്ളത്തിലെടുത്ത് നല്ലപോലെ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇലയുടെ അടിവശത്തും കൂടെ ഒന്ന് സ്പ്രേ ചെയ്യുന്നത് നന്നായിരിക്കും. പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കാനായിട്ട് അത് കാരണമാകും. അതേപോലെ തന്നെ ഇതും പറഞ്ഞ കണക്ക് തന്നെ നല്ല വെയിലുള്ള സമയത്ത് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. വെയിലില്ലാത്ത സമയത്ത് കൊടുക്കരുത്. അതേപോലെ തന്നെ മഴയുള്ള സമയത്ത് കൊടുക്കരുത്, അത് വേസ്റ്റായി പോവും. അന്നേരം അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. മഴ നിൽക്കുന്ന സമയങ്ങളിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 10 ദിവസത്തിലൊരിക്കൽ എന്നുള്ള നിലയ്ക്ക് ഈ മരുന്നുകൾ മാറിയും തിരിഞ്ഞും കൊടുക്കണം. എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ റോസ് നന്നായിട്ട് നിൽക്കത്തുള്ളൂ. അതേപോലെ ഇതേപോലുള്ള മുട്ട് ഈ ഒരു പരുവാകുമ്പോഴും നമ്മൾ ലൈറ്റായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിരിക്കണം. എന്നുണ്ടെങ്കിൽ മാത്രമേ അതിന് മറ്റു കേടുകൾ വന്ന് ഇതേപോലെ നശിച്ചു പോകാതെ നമുക്ക് നല്ല പൂക്കൾ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മരുന്ന് കൊടുത്തേ പറ്റൂ. മാത്രമല്ല ഈ പറയുന്നതൊക്കെ ഞങ്ങൾ എഴുതി തയ്യാറാക്കി പറയുന്നതല്ല, നിങ്ങൾക്ക് വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ റിപ്പീറ്റേഷനൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സഹിക്കുക, ക്ഷമിക്കുക. അതേപോലെ ഇത് നമ്മളെ വള്ളി റോസാണ്. വലിയ കെയറോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നല്ലപോലെ നിൽക്കുന്ന പ്ലാന്റ്. താണ്ട് ഈ പ്ലാന്റ് നിങ്ങൾ നേരത്തെ എത്ര നാൾ കൊണ്ട് നമ്മൾ ഈ ഒരു മദർ പ്ലാന്റ് കാണിക്കുന്നുണ്ട്. സ്ഥിരമായിട്ട് വീഡിയോ വാച്ച് ചെയ്യുന്ന ആൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ പ്ലാന്റ്. അത് നമ്മളെ മേടേമുക്ക് മാതൃഭൂമി ഓഫീസിൻ്റെ അടുത്തുള്ള കൊല്ലം മേടേമുക്ക് മാതൃഭൂമി ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ഇന്ന് ഞാൻ രാവിലെ ചെന്നപ്പോഴത്തേക്ക് കണ്ട ഒരു കാഴ്ചയാണ്. കാറ്റ്സ് ക്ലോ ഈ മണ്ട മറിഞ്ഞ് പൂത്ത് കിടക്കുന്നത്. എന്തൊരു ഭംഗിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന കണക്കല്ല, നേരിട്ട് കാണുമ്പോൾ അതിമനോഹരമായിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങനെ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു, കാണിച്ചൊന്ന് കൊതിപ്പിക്കാമെന്ന് വിചാരിച്ചു. അതേപോലെ തന്നെ ഇത് സ്റ്റാൻഡിലാണ്. നിങ്ങൾക്കും നിങ്ങളെ വീട്ടിൽ ഇത് ഒരു തൈയൊക്കെ മേടിച്ച് ഇതേപോലെ തന്നെ ഒരു റയലിനകത്ത് സെറ്റ് ചെയ്ത് വെക്കാം. അല്ലെന്നുണ്ടെങ്കിൽ 3 കമ്പി എടുത്ത് ചുമ്മാ കെട്ടി വെച്ചിട്ട് അതിനകത്ത് ഇതേപോലെ പടർത്തി പല ക്രീപ്പർ ഐറ്റവും ഇതേപോലെ നിങ്ങൾക്ക് പൂപ്പിച്ചിടാൻ സാധിക്കും. നല്ല വെയിൽ വേണം. കാറ്റ്സ് ക്ലോവിനെ സംബന്ധിച്ച് മതിലിൽ കയറ്റാം. അതേപോലെ തന്നെ മതിലിൻ്റെ മേളിലൊരു കമ്പി അടിച്ചിട്ട് അതിനകത്ത് പടർത്തിയിടാം. അതേപോലെ ഒരുപാട് ഐഡിയ. പെട്രിയ ക്രീപ്പർ, ഇപ്പോൾ ഒരുപാട് പേര് പെട്രിയ ക്രീപ്പറിൻ്റെ പുറകെയാണ്. വയലറ്റ് കളർ ഫ്ലവർ അല്ലേ, അന്നേരം അതേപോലെയൊക്കെ നമുക്ക് ഇതേപോലെ നടത്താം. ഓക്കെ, അന്നേരം ഇതേപോലെ മണ്ട ഉണങ്ങി വരുന്നതിനെയൊക്കെ കട്ട് ചെയ്തതിന് കളഞ്ഞതിന് ശേഷം വേണം റോസിനായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട്. ആദ്യമേ ഇൻസെക്ടിസൈഡ് കൊടുക്കുക. പിന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 10 ദിവസം കഴിയുമ്പോഴത്തേക്ക് റീവ പോലുള്ള മരുന്ന് കൊടുക്കുക. അതിനുശേഷം വീണ്ടും 10 ദിവസം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഇൻഡോഫിൽ കൊടുക്കുക. ഇപ്പം ഈ ഒരു സമയം ആയതുകൊണ്ടാണ് ഓണം വരെയൊക്കെ ഇങ്ങനെ തന്നെ നീണ്ടു പോകുന്ന മട്ടുണ്ട്. മഴയൊക്കെ ആയതിനാൽ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ കാണും. അന്നേരം വേറെ വിപത്തുകളൊന്നും വരാതിരിക്കട്ടെ. അന്നേരം ഇതേപോലുള്ള റോസുകൾ കിട്ടാൻ വേണ്ടി നിങ്ങളിങ്ങനെ ചെയ്യുക. അതേപോലെ തന്നെ പൂ പിടിക്കാൻ വേണ്ടിയിട്ട് NPK മിക്സർ കൊടുക്കുക. അത് മാസത്തിൽ ഒരിക്കൽ കൊടുക്കണം. അത് കൊടുത്ത് 15 ദിവസം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞിട്ട് DAP ഡൈ അമോണിയം ഫോസ്ഫേറ്റ് കൊടുക്കുക. ഡൈ അമോണിയം ഫോസ്ഫേറ്റ് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയാവുന്നതാണ്. ലൈറ്റായിട്ട് ഒരു 10-12 തരി വീതേ കൊടുക്കുക, ഓവറായിട്ട് കൊടുക്കരുത്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഡൈ അമോണിയം ഫോസ്ഫേറ്റ് കൊടുക്കരുത്. അത് പ്ലാന്റ് ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡൈ അമോണിയം ഫോസ്ഫേറ്റ് കൊടുക്കുക. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് കടലപ്പിണ്ണാക്ക്, വെപ്പിണ്ണാക്ക്, ചാണാനും കൂടെ മിക്സ് ചെയ്ത് ഒരു തെളി എടുത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ എല്ലുപൊടി, വെപ്പിണ്ണാക്ക്, ചാണകപ്പൊടി, ചകിരിച്ചോറ്, കടലപ്പിണ്ണാക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് സ്വൽപ്പേശം ഇട്ട് കൊടുത്തിട്ട് മേൽമണ്ണ് ഇളക്കി കൊടുക്കുക. അന്നേരം ഒരു ജൈവവളമായിട്ട് നമ്മളത് ആക്ട് ചെയ്യും. അന്നേരം അതിനുശേഷം വീണ്ടും ഡൈ അമോണിയം ഫോസ്ഫേറ്റ് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഫാക്ടംപോസ് കൊടുക്കുക. പിന്നെ അടുത്ത ഒരു സെറ്റിൽ മാത്രം എല്ലുപൊടി, വെപ്പിണ്ണാക്കും കൊടുത്തതിന് ശേഷം വീണ്ടും ഡൈ അമോണിയം കൊടുക്കുക. അന്നേരം മാറിയും തിരിഞ്ഞും വളം വരുമ്പോൾ പ്ലാന്റിന് ഡാമേജ് വരുന്നത് കുറഞ്ഞു കിട്ടും. അന്നേരം ഇത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഒരുപാട് പേര് വിളിച്ച് പറയുന്നുണ്ട് പ്ലാന്റൊക്കെ നന്നാകുന്നുണ്ട്. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ ഇതിനകത്ത് കമൻറ്റ് രൂപേണ അയയ്ക്കുക. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളെ കൂട്ടുകാരിലേക്ക് കൂടി എത്താനായിട്ട് ഒന്ന് ഷെയർ ചെയ്താൽ നന്നായിരിക്കും. ഓക്കെ, അന്നേരം എല്ലാവർക്കും ഇനി ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണും വരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു.
അന്നേരം മറക്കാതെ നേരത്തെയുള്ള മരുന്നുകളും വളത്തിനെ പറ്റിയിട്ടുള്ള വീഡിയോകളൊക്കെ കാണുക. താങ്ക്